ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സ്റ്റാർ ചാറ്റ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും അവൈറ്റഡ് ആയിട്ടിരിക്കുകയായിരിക്കും നമ്മുടെ സ്റ്റാർ ചാറ്റിന്റെ ഇന്നത്തെ ഗസ്റ്റ് ആരാണെന്ന് അറിയാനായിട്ട്. സോ നിങ്ങളുടെ ആ ഈഗർനെസ്സിന് ഒരു പോസിങ് കൊടുത്തുകൊണ്ട് തന്നെ ഞാൻ നമ്മുടെ ഇന്നത്തെ ഗസ്റ്റിനെ ഇൻവൈറ്റ് ചെയ്യാൻ പോവുകയാണ്. പക്ഷേ ഈ ഗസ്റ്റിനെ ഇൻവൈറ്റ് ചെയ്യാൻ പോകുന്നതിന് മുമ്പ് അദ്ദേഹത്തെ പറ്റി കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയാം. ഇന്ന് നമുക്ക് കിട്ടിയിരിക്കുന്ന ഗസ്റ്റ് ഒരു അധ്യാപകനാണ്. അതിലുപരി അദ്ദേഹം ഒരു കൗൺസിലറാണ്, അദ്ദേഹം ഒരു മോട്ടിവേഷണൽ സ്പീക്കറാണ്, ഒരു ഫാമിലി മാൻ ആണ്. എന്താ പറയാ, ഫാമിലിയോട് ഭയങ്കര ഇഷ്ടമുള്ള ഒരു പക്ക ഫാമിലി മാൻ ആണ്. ഇനി റൈറ്റർ ആണോ എന്ന് ചോദിച്ചാൽ അതെ റൈറ്റർ ആണ്. ഡാൻസർ ആണോ എന്ന് ചോദിച്ചാൽ അഫ്കോഴ്സ് ഡാൻസർ ആണ്. ഇനി ആക്ടിങ് ചെയ്യുമെന്ന് ചോദിച്ചാൽ പക്കയാണ്. എല്ലാം എന്താ പറയാ, ഒരു ഓൾ റൗണ്ടറിനെയാണ് നമുക്ക് ഇന്ന് കിട്ടിയിരിക്കുന്നത്. സോ posing your eagerness, I invite Ebin sir to our show. Sir, please. Good evening, sir. Sir, അപ്പോൾ ഞാൻ സാറിനെ പറ്റിയിട്ട് പറഞ്ഞിങ്ങനെ ബൂസ്റ്റ് ചെയ്ത് നമ്മുടെ എല്ലാവരും ഇങ്ങനെ കാത്തിരിക്കാൻ സാർ ആരാണ് എന്താണെന്ന് അറിയാനൊക്കെ. സോ സാറിന് ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ തന്നെ തുടങ്ങിയാൽ എങ്ങനെയുണ്ടാവും? സർ പ്ലീസ്. എൻ്റെ പേര് എബിൻ ആന്റണി. എൻ്റെ വീട് കോട്ടയം ജില്ലയിലെ ചങ്ങനാശ്ശേരി എന്ന് പറയുന്ന സ്ഥലത്താണ്. വീട്ടിൽ അച്ഛൻ, അമ്മ, ഒരു സിസ്റ്ററുണ്ട്. അച്ഛന് ഓട്ടോ ഓടിക്കുകയാണ്, അമ്മ അംഗൻവാടി ടീച്ചറാണ്. അച്ഛൻ്റെ പേര് ആന്റണി ദേവസ്യാണ്. അമ്മയുടെ പേര് ആൻസി ജോസഫ് എന്നാണ്. അനിയത്തിയുണ്ട്. അനിയത്തി നമ്മുടെ അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റലിൽ MHA മാസ്റ്റർ ഓഫ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ അതിന് പഠിക്കുകയാണ്. പിന്നെ എന്നെപ്പറ്റി എന്നാ പറയുക, പഠിത്തം കഴിഞ്ഞ് ജോലി കയറി അധ്യാപനമൊക്കെ ആയിട്ട്. സർ, അപ്പോൾ ഇനി നമ്മുടെ എന്താ പറയാ, എല്ലാവർക്കും അറിയാൻ ആഗ്രഹം സാറിന്റെ സ്കൂൾ കോളേജ് ഡേയ്സിനെ പറ്റിയിട്ടായിരിക്കും. ഉറപ്പായിട്ടും അതിനെ പറ്റിയിട്ട് അറിഞ്ഞേ പറ്റത്തുള്ളൂ. സോ പെട്ടെന്ന് നമുക്കൊന്ന് നൊസ്റ്റാൾജിയിലേക്ക് പോയിട്ട് വരാം. പെട്ടെന്ന് പറയാം. ഓക്കെ, ഞാൻ 1 തൊട്ട് 4 വരെ LP സ്കൂൾ പഠിച്ചത് ഞങ്ങളുടെ വീടിനടുത്ത് തന്നെയുള്ള സെൻറ് ജോസഫ് LP സ്കൂൾ ലൈക്കറാണ് പഠിച്ചത്. ഏറെ രസകരമായ ഒരു സ്കൂൾ ലൈഫായിരുന്നു എന്ന് പറഞ്ഞു. കാരണം ആ ഒരു ജനറേഷനിൽ ഞങ്ങൾക്ക് കിട്ടാവുന്ന ഒരുപാട് കാര്യങ്ങൾ, പ്രത്യേകിച്ച് ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ഈ 90s കിഡ്സിനെ ഭയങ്കര ബൂസ്റ്റപ്പ് ചെയ്യുന്ന ഒരു കാലഘട്ടമാണ്. അപ്പം ഞങ്ങളൊക്കെ 90s കിഡ്സാണ്. അപ്പോൾ അതിൽ കിട്ടുന്ന ഒരുപാട് ബാല്യകാല സുഹൃത്തുക്കൾ ഇപ്പോഴും ഉണ്ട്. പിന്നെ സ്കൂളിൽ ചെറിയ സ്കൂൾ LP സ്കൂൾ, ഏതെങ്കിലും ചെറിയ സ്കൂൾ, അപ്പോൾ അവിടെ തന്നെ നമുക്ക് ആ ലെവലുള്ള കുട്ടികൾ മാത്രം, വേറെ മുതിർന്ന കുട്ടികളൊന്നും തന്നെയില്ല. വളരെയധികം നല്ല ഓർമ്മകൾ അതിൽ നിന്ന് ലഭിച്ചു. അതിനുശേഷം ഞാൻ ചങ്ങനാശ്ശേരി സെൻറ്റ് ബെർക്കുമാൻസ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് 5ാം ക്ലാസ് തൊട്ട് ചേർന്നത്. സ്വാഭാവികമായിട്ട് ആ LP സ്കൂളിൽ നിന്ന് വ്യത്യസ്തമായ അനുഭവമാണ്. കാരണം നമ്മളെക്കാളും മുതിർന്ന ഒരുപാട് ആൾക്കാർ ഉള്ള സ്കൂൾ. നല്ലൊരു സ്കൂൾ അറ്റ്മോസ്ഫിയർ ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നു. നല്ല അധ്യാപകർ, അതുപോലെ തന്നെ നല്ല സുഹൃത്തുക്കൾ ലഭിച്ച ഒരു സമയം. പഠിത്തത്തിൽ വലിയൊരു മുൻപന്തിയിലല്ലായിരുന്നു, ഒരു ആവറേജ് വിദ്യാർത്ഥിയായിരുന്നു ഞാൻ. അത്യാവശ്യം പഠിക്കും, വലിയ മാർക്കില്ല എങ്കിലും ജയിക്കും എന്നുള്ളതല്ലാതെ അത് കവിഞ്ഞ് പ്രത്യേകിച്ചൊന്നുമില്ല. പിന്നെ അല്പസ്വല്പം വികൃതിയൊക്കെ ആയിരുന്നു ആ ഒരു കാലഘട്ടത്തിൽ, വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ. എന്നാ പറഞ്ഞത്, സ്വാഭാവിക ആൺകുട്ടികൾക്ക് ഇത്ര വികൃതിയൊക്കെ വേണമല്ലോ. അപ്പോൾ ആ ഒരു വികൃതിയൊക്കെ ഉണ്ടായിരുന്ന വ്യക്തിയായിരുന്നു. 10ാം ക്ലാസ് വരെ അവിടെ പഠിച്ചു. അപ്പം അവിടുത്തെ ഹൈസ്കൂളിൽ പഠിച്ചു. അപ്പോൾ അതിനുശേഷം +1 എവിടെ പോകണം എന്നുള്ള കൺഫ്യൂഷൻ ഉണ്ടായി. പിന്നെ 10ാം ക്ലാസ് വരെ ബോയ്സ് സ്കൂളിൽ പഠിച്ചത് കൊണ്ട് ആ സ്കൂളിൽ തന്നെ വേണം എന്നുള്ള ആഗ്രഹം ഉണ്ടായി. പിന്നീട് +1 അവിടെ തന്നെ അഡ്മിഷൻ എടുത്തു. +1 +2 വളരെയധികം എൻജോയ് ചെയ്തിട്ട്. അപ്പം ഇന്നത്തെ ഒരു കുട്ടികളുടെ പോട്ട് മൊബൈൽ ഫോണൊന്നും, അന്ന് എല്ലാവർക്കും മൊബൈൽ ഫോൺ ഉണ്ട്, പക്ഷെ എല്ലാവർക്കും ആക്സസിബിൾ ആയിരുന്നില്ല. കീപാഡ് ഫോണായിരുന്നു അന്ന് ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത്. പക്ഷെ കീപാഡ് ഫോണൊന്നും അത്ര എല്ലാവർക്കും ആക്സസിബിൾ ആയിരുന്നില്ല. അന്ന് നോക്കിയയുടെ ഒരു കീപാഡ് ഫോണുള്ള വ്യക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് രാജാവ്. അന്നവൻ സ്കൂൾ ക്ലാസ്സിലെ രാജാവ്. ഒരാൾക്ക് കാണത്തുള്ളൂ, 1-2 വീട്ടിലേ കാണത്തുള്ളൂ. അപ്പോൾ എല്ലാവർക്കും അങ്ങനെ മൊബൈൽ ആക്സസിബിൾ ആയിരുന്നില്ല. അപ്പം അന്നത്തെ ആ ഒരു കാലഘട്ടം അത് ഇന്ന് ഞാൻ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. കാരണം ഇന്നെന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ക്യാമ്പസിൽ ഇപ്പോൾ ഒരു +2 ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഡിഗ്രി ആയിക്കോട്ടെ, എവിടെയെങ്കിലും കൂടിയാൽ മൊബൈൽ ഫോൺ ഉപയോഗിക്കുക എന്നുള്ളതാണ്. പക്ഷെ അന്ന് ഒന്നും പ്രായപ്പെട്ടായിരുന്നു. +2 പഠനത്തിന് ശേഷം ഞാൻ ചങ്ങനാശ്ശേരി NSS ഹിന്ദു കോളേജിൽ ഡിഗ്രിക്ക് അഡ്മിഷൻ. BA എക്കണോമിക്സ് ആയിരുന്നു സബ്ജക്റ്റ്. അപ്പോൾ BA എക്കണോമിക്സ് 3 വർഷം. അതും ഇതുപോലെ തന്നെ മൊബൈൽ ഫോൺ ഒന്നും ഇല്ല. മൊബൈൽ ഫോൺ, സോഷ്യൽ മീഡിയ ഒക്കെ അന്ന് വരുന്നതേ ഉള്ളൂ. ഫേസ്ബുക്ക് എനിക്കൊന്നും അന്നുണ്ടായിരുന്നു. +2 കഴിയുമ്പോൾ ആ സമയത്ത് ഫേസ്ബുക്ക് ഉണ്ടായിരുന്നു. ഡിഗ്രിക്ക് പഠിക്കുമ്പോഴൊക്കെ ഫേസ്ബുക്കൊക്കെ സെറ്റ് ചെയ്തായിരുന്നു. അപ്പോൾ വളരെയധികം ആക്റ്റീവായ ഒരു ക്യാമ്പസ് ലൈഫായിരുന്നു. ക്യാമ്പസിലായാലും എല്ലാ കാലഘട്ടം, എല്ലാ ഒരു
എന്താ പറയുന്നത് കാലഘട്ടങ്ങളിൽ അപേക്ഷിച്ചുകൊണ്ട് നല്ലൊരു എൻജോയ് ചെയ്ത ഒരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു ഡിഗ്രി ലൈഫ്. അപ്പോൾ ഡിഗ്രിക്ക് ശേഷം ഞാൻ കുട്ടനാട് ചമ്പക്കുളം കോരുക്കര കോളേജ് ഓഫ് എഡ്യൂക്കേഷൻ BEdന് ചേർന്നു. BEdനൊക്കെ ചേർന്നത് വളരെയധികം എന്താ പറയുന്നത് വഴിതെറ്റി വന്നു എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അതിനുശേഷമാണ് BEdന് ശേഷം കോട്ടയം അതിരമ്പുഴയിലെ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ MA ഗാന്ധിയൻ സ്റ്റഡീസിന് അഡ്മിഷൻ എടുക്കുകയും 2 വർഷം അവിടെ പഠനം പൂർത്തീകരിക്കുകയും ഒരുപാട് സൗഹൃദങ്ങൾ ലഭിച്ച ഒരു വിദ്യാഭ്യാസ സാർ. അപ്പോൾ അടുത്ത ചോദിക്കാമെന്ന് ഉറപ്പായിട്ടും സാറിന് തല്ല് കിട്ടിയിട്ടുണ്ടോ പഠിക്കുന്ന സമയത്ത്? ഓഫ് കോഴ്സ് കുറെ കിട്ടിയിട്ടുണ്ട്. അപ്പോ സാറിന്റെ പാരന്റ്സ് ഇങ്ങനെ കംപ്ലൈന്റ് ആയിട്ട് പോയിട്ടുണ്ടോ? നോ നെവർ. കാരണം അന്നൊക്കെ അധ്യാപകൻ അല്ലെങ്കിൽ അധ്യാപിക തല്ലി എന്ന് കണ്ടു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും എൻ്റെ ഭാഗത്ത് എന്തെങ്കിലും കുറ്റം കാണുമെന്നാണ് അവർ വിചാരിക്കുന്നത്. ഒരിക്കലും എന്നെ തല്ലിയതിൻ്റെ പേരിൽ എൻ്റെ വീട്ടിൽ ആരും ഒരു കുറ്റവും പറഞ്ഞിട്ടില്ല. കാരണം എന്നെ തല്ലിക്കഴിഞ്ഞാൽ അതിലെന്തായാലും ഒരു കാരണം ഉണ്ടാവും. കാരണം അധ്യാപകർ തല്ലുന്നത് അത്ര വലിയ മോശപ്പെട്ട കാര്യമായിട്ടൊന്നും കാണുന്ന ഒരു ഇതല്ലായിരുന്നു. കാരണം നല്ലതിന് വേണ്ടിയാണ്, നന്മയിലേക്ക് പോകാൻ വേണ്ടിയാണ് അവർ തല്ലുന്നത്. സാർ, അതിപ്പോ ഞാൻ ചോദിക്കാൻ കാരണം നമുക്കിപ്പോ അറിയാം നമ്മുടെ ഒരു പുതിയ പ്രതിഭാസം തന്നെയാണ്. അതായത് അധ്യാപകൻ തന്റെ വിദ്യാർത്ഥി എന്തെങ്കിലും ശിക്ഷ ചെയ്ത് അല്ലെങ്കിൽ തെറ്റ് ചെയ്ത് കണ്ട് ശിക്ഷിക്കുമ്പോൾ അത് ഒരു ക്രൈമിലെ, അതായത് ക്രിമിനൽ കുറ്റമായിട്ട് മാറിത്തിരികയും കോടതികൾ വരെ കയറി ഇറങ്ങേണ്ട ഗതികേട് അധ്യാപകന് ഉണ്ടാവുകയും ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനൊരു ചോദിച്ചത്. ഒരു അധ്യാപകൻ എന്ന നിലയിൽ സാറിന് എങ്ങനെയാണ് ഇതിനോട് പ്രതികരിക്കുന്നത്? തീർച്ചയായിട്ടും ഇതിനകത്ത് പണിഷ്മെന്റ് എന്നുള്ള വേർഡ് മീഡിയാസ് തന്നെ മേക്ക് ചെയ്തുകൊണ്ട് ഈ അധ്യാപക ശിഷ്യ ബന്ധത്തിൽ റെമഡിയൽ മെഷേഴ്സ് എന്ന് പറഞ്ഞൊരു വലിയൊരു ഘടകമുണ്ട്. റെമഡിയൽ മെഷേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വിദ്യാർത്ഥിയുടെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെന്ന് അവൻ്റെ തലത്തിൽ ചിന്തിച്ചാൽ അവൻ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട്, അവൻ എന്തൊക്കെ പ്രതിസന്ധികൾ നേരിടുന്നുണ്ട് കൃത്യമായിട്ട് അറിയുകയും അതൊരു റെമഡിയൽ മെഷേഴ്സായിട്ട് നമ്മൾ കൊടുക്കുകയും ചെയ്യും. ഇപ്പം പണ്ട് കാലങ്ങളിലും അധ്യാപകർ വിദ്യാർത്ഥികളെ തല്ലി, അന്നൊന്നും ആരും പരാതിയായിട്ട് നന്നായിട്ട് എനിക്കറിഞ്ഞ എൻ്റെ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ ടീച്ചർമാർ ഞങ്ങളെല്ലാം തല്ലുവരും. എന്തെങ്കിലും വികൃതി കാണിക്കുമ്പോഴോ പഠിക്കാതെ വരുമ്പോൾ തല്ലുവരുന്നു. പക്ഷെ ആ അടിക്കൊക്കെ ഒരു സ്നേഹത്തിൻ്റെ, കരുതലിൻ്റെ ഒരു പരിലാളന ഉണ്ടായിരുന്നു. അത് കിട്ടാത്ത കുട്ടികൾ നാളെ സമൂഹത്തിൻ്റെ തല്ലു വീഴും. അതിന് ഈ കുറയുന്ന അധ്യാപകരുടെയും മാതാപിതാക്കളുടെയും തല്ലുപോലെ ഒരു സ്നേഹമോ പരിലാളനോ ഉണ്ടാവണമെന്നും ഞാൻ പറയുന്നില്ല, ഉണ്ടാവത്തുമില്ല. അപ്പോൾ അധ്യാപകരുടെ മാതാപിതാക്കളുടെ ഒരു പണിഷ്മെന്റ് അല്ലെങ്കിൽ ഒരു ഞാൻ ഈ പറഞ്ഞ റെമഡിയൽ മെഷേഴ്സ്, ഇതിനൊക്കെ ഒരു സ്നേഹമുണ്ട്, ഒരു പരിലാളനയുണ്ട് എന്നാണ് എൻ്റെ നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. സാർ, സ്വാഭാവികമായിട്ടും എൻ്റെ അടുത്ത ചോദ്യം സാറിന് പ്രതീക്ഷിക്കാൻ പറ്റും. ഒരു അധ്യാപകൻ എന്ന നിലയിൽ എന്തുകൊണ്ട് അധ്യാപനം, വേറെ ഒരുപാട് ജോലികൾ ഉണ്ടായിട്ടും എന്തുകൊണ്ട് അധ്യാപനം തന്നെ തിരഞ്ഞെടുത്തു? ഞാൻ പറഞ്ഞല്ലോ, അധ്യാപനത്തിലേക്ക് ഞാൻ വഴിതെറ്റി വന്ന ഒരു അധ്യാപകനാണ്. ഒരിക്കലും ഒരു അധ്യാപകനാവണം എന്ന് വിചാരിച്ച് വന്നതല്ല. കാലം അല്ലെങ്കിൽ നമ്മളെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു സാഹചര്യമാണ് അധ്യാപനത്തിലേക്ക് എന്നെ നയിച്ചത്. പിന്നെ അധ്യാപനത്തിൽ ഒരു സുഖമുണ്ട്, ഒരു സന്തോഷമാണ്. ഇപ്പം എനിക്ക് പറയാൻ പറ്റും, ഒരുപാട് ശിഷ്യന്മാരെ പഠിപ്പിച്ച തിരുവനന്തപുരം ജില്ലയിൽ തന്നെ ഒരുപാട് ശിഷ്യന്മാർ എനിക്കുണ്ട്. ഏറെ ചാരിതാർത്ഥത്തിൽ എനിക്ക് പറയാൻ പറ്റും. നമ്മളിപ്പോൾ ഒരു MNC കമ്പനിയിൽ വർക്ക് ചെയ്യുക, സ്വാഭാവികമായിട്ട് ഇപ്പോഴത്തെ ഒരു ജനറേഷൻ്റെ ഒരു ഇതാണല്ലോ, ട്രെൻഡ് അനുസരിച്ച് അവർ പഠിക്കുക, യൂറോപ്യൻ കൺട്രീസിൽ പോവുക അല്ലെങ്കിൽ ഗൾഫിലേക്ക് പോവുക, ഏതൊരു MNC കമ്പനിയിൽ വർക്ക് ചെയ്യുക എന്നോ. അപ്പം ഈ MNC കമ്പനി വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ചിലപ്പോൾ നമുക്ക് പൈസ ഉണ്ടാവും, പ്രോഫിറ്റ് ഉണ്ടാവും. പക്ഷേ അതല്ല, നമുക്കുണ്ടാവേണ്ട മൂല്യങ്ങൾ അല്ലെങ്കിൽ നമുക്കുണ്ടാവേണ്ട സമ്പത്ത് എന്ന് പറയുന്നത് സമൂഹത്തിൽ ഒരു നിലകൽപ്പിക്കുന്ന ഒരു സ്ഥാനം അധ്യാപകൻ. ഒരുപാട് ശിഷ്യന്മാരെ ഉള്ള ഒരു അധ്യാപകൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഞാനിപ്പോൾ ഒരു യുവ അധ്യാപകനായതുകൊണ്ട് എനിക്ക് അത്രയ്ക്ക് അറിയില്ല. കാരണം എന്നെക്കാളും സീനിയർ ആയിട്ടുള്ള അധ്യാപകരോട് ഞാൻ പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്, സാർ എന്താണ് ഈ അധ്യാപനത്തിലേക്ക് വന്നു. അപ്പോൾ അവർ പറഞ്ഞൊരു കാര്യം, സാറേ നമ്മൾ ഇത്രയും പഠിപ്പിച്ച് വിദ്യാർത്ഥികളെ ഇറക്കി വിട്ടു. ഞാൻ എപ്പോൾ പുറത്തോട്ട് ഇറങ്ങിയാലും ഏതെങ്കിലും ഒരാൾ സാറിനെ ഓർമ്മയുണ്ടോ, ഈവൻ ഏതെങ്കിലും ഓഫീസ് എന്നാലും ഒരു സ്റ്റുഡൻറ്റ് കാണും. അപ്പോൾ അവിടെ ഒക്കെ കിട്ടുന്ന അധ്യാപകന് കിട്ടുന്ന ഒരു വാല്യൂ, കാരണം അത് മറ്റൊരു ജോലിക്കും അത് കിട്ടില്ല എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. കാരണം ഒരു സാർ എന്നുള്ള പദം അല്ലെങ്കിൽ മാഷ എന്നുള്ള വിളി വേറെ ഏതെങ്കിലും ജോലിക്ക് കിട്ടും. സർക്കാർ ജീവനക്കാരൻ സർവീസിൽ കയറി അവൻ എന്ന് റിട്ടയർ ആവുന്നു അന്ന് തീരും ഈ സാർ എന്നുള്ള വിളി. പക്ഷെ അധ്യാപകന് അവൻ്റെ മരണം വരെ
ഈ ഒരു മാഷേ സാർ എന്നുള്ള സമൂഹത്തിലെ ഈ ഒരു വില അല്ലെങ്കിൽ ഒരു പോസ്റ്റ് അവന്റെ മരണം വരെ. അപ്പൊ ഞാൻ ഇനി അടുത്ത് ചോദിക്കാൻ വന്നത് നമുക്ക് സാമൂഹികപരമായ കുറച്ച് വിഷയങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാം. ആദ്യം എന്താ ഞാൻ ചോദിക്കുന്നത്, നമ്മുടെ ബാലാവകാശ കമ്മീഷൻ കൊണ്ടുവന്ന ഇപ്പൊ ഒരു നിയമം നമ്മൾ എല്ലാരും കണ്ടതാണ്. അതായത് മാതാപിതാക്കളുടെ അനുമതിയോടുകൂടി ഫോൺ കുട്ടികൾക്ക് അല്ലെങ്കിൽ വിദ്യാർത്ഥികൾക്ക് സ്കൂളിലേക്ക് കൊണ്ടുവരാം എന്നതിനെ പറ്റിയിട്ട്, അതിനെ പറ്റിയിട്ട് ഒരു അധ്യാപകൻ എന്ന നിലയിൽ സാർ എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത്? തീർച്ചയായിട്ടും ആ ഒരു നിർദ്ദേശത്തോടെ പൂർണ്ണമായിട്ടും ഒരു അധ്യാപകൻ എന്ന നിലയിൽ പൂർണ്ണമായിട്ട് ഞാൻ വിയോജിക്കുകയാണ്. കാരണം കുട്ടികളുടെ മൊബൈൽ സൂക്ഷിക്കേണ്ട ബാധ്യത ഒരു സ്കൂളിനോ ആ സ്കൂളിലെ അധ്യാപകർക്കോ ഉണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. അധ്യാപകരുടെ പ്രൈമറി ഡ്യൂട്ടി എന്ന് പറയുന്നത് കുട്ടികളെ പഠിപ്പിക്കുക എന്നുള്ളത് മാത്രമാണ്. അതിൽ കവിഞ്ഞ് കുട്ടികൾ മൊബൈൽ ഫോൺ കൊണ്ടുവരിക, അത് അധ്യാപകർ സൂക്ഷിക്കുക, അതിനോടൊക്കെ പൂർണ്ണമായ വിയോജിപ്പാണ്. ബാലാവകാശ കമ്മീഷൻ ഏത് സാഹചര്യത്തിലാണ് അത്തരം നിലപാടുകൾ സ്വീകരിച്ചത് എന്ന് എനിക്കറിയില്ല. അത് സംശയിക്കേണ്ടിയിരിക്കും. കുട്ടികൾ എന്താണ് സ്കൂളിൽ വരുന്നത്? വിദ്യ അഭ്യസിക്കാനാണ്. അവർക്ക് ആ സമയത്ത് എന്തിനാണോ മൊബൈൽ ഫോൺ എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. തീർച്ചയായിട്ടും ബാലാവകാശ കമ്മീഷൻ മുമ്പ് എടുത്തിട്ടുള്ള പല നിലപാടുകളും, കാരണം കുട്ടികൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെയുള്ള റെമഡിയൽ മെഷേഴ്സ് ഉപയോഗിക്കാൻ പാടില്ല. റെമഡിയൽ മെഷേഴ്സ് എന്ന് പറയുന്നത് അവനെ പ്രാപ്തനാക്കുക, പഠിക്കാൻ അവനെ പ്രാപ്തനാക്കുക എന്നുള്ളതാണ്. അധ്യാപകർ അത്തരം നിലപാടിലേക്ക് പോകാൻ പാടില്ല എന്നുള്ളത് പൂർണ്ണമായിട്ടും ഞാനത് വിയോജിക്കുന്നു. രണ്ടാമത്തെ കാര്യം, കേരള സർക്കാരിന്റെ തന്നെ കീഴിലുള്ള എക്സൈസ് വകുപ്പ് സമീപകാലത്ത് അവരുടെ റിപ്പോർട്ട് വന്നിരുന്നു. കേരളത്തില് തിരുവനന്തപുരം തൊട്ട് കാസർഗോഡ് വരെയുള്ള ജില്ലകളിലെ വിവിധ ക്യാമ്പസുകൾ കേന്ദ്രീകരിച്ച് ലഹരി മാഫിയകൾ വാഴുന്നുവെന്ന്. ഇത് ഞാനടക്കമുള്ള ഏതെങ്കിലും അധ്യാപകർ കൊണ്ടുവന്ന കാര്യമല്ല. സംസ്ഥാന സർക്കാരിന്റെ കീഴിലുള്ള എക്സൈസ് വകുപ്പാണ് പറഞ്ഞിരിക്കുന്നത് ക്യാമ്പസുകളിൽ ലഹരി മാഫിയകൾ ശക്തമാകുന്നത്. അപ്പൊ ആ ലഹരി മാഫിയകൾക്ക് ചൂട്ടുപിടിക്കുന്നതാണ് കുട്ടികൾക്ക് മൊബൈൽ ഫോൺ കൊണ്ടുവരാമെന്നുള്ളത്. ഇപ്പം ഈ മൊബൈൽ ഫോൺ കടന്നു വരുന്നതിന് കുറെ നാൾ മുമ്പ് വരെ ഇത്തരം വാർത്തകളൊന്നും തന്നെ കേട്ടിരുന്നില്ല. ലഹരി മാഫിയയെ പറ്റിയോ അല്ലെങ്കിൽ ക്യാമ്പസുകൾ കേന്ദ്രീകരിച്ചെന്നോ ഒന്നും തന്നെ. നമുക്കൊന്ന് റെയറായിട്ട് ഇപ്പോൾ ഒരു ക്ലാസ്സിൽ 1-2 കുട്ടികൾ എന്നുള്ളത് ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കി ആ കുട്ടികളൊരു ഇതിന് അഡിക്റ്റ് അല്ലായിരുന്നു. പക്ഷെ ഇപ്പോൾ പുതുതലമുറയിൽ ഈ ടെക്നോളജി വർദ്ധിച്ചു, മൊബൈൽ ഫോൺ അല്ലേ ഇപ്പൊ എല്ലാവർക്കും ആക്സസിബിൾ ആണ്. അപ്പൊ അത്തരം സാഹചര്യങ്ങളിൽ ഈ ലഹരിയുടെ ഉപയോഗം വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. രണ്ടാമത്തെ കാര്യം, കുട്ടികളിൽ ഈ ഒരു അഡിക്ഷൻ, മൊബൈൽ ഫോൺ അഡിക്ഷൻ മുൻപെങ്ങും കാണാത്ത സാഹചര്യത്തിൽ വർദ്ധിച്ചു വന്നിരിക്കുന്നു. അപ്പൊ ഇത്തരം സാഹചര്യങ്ങളിൽ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നത് കുട്ടികൾ 18 വയസ്സിൽ താഴെയുള്ളവരാണ് കുട്ടികൾ എന്ന് പറയുന്നത്. അപ്പൊ കുട്ടികൾക്ക് മൊബൈൽ ഫോൺ കൊടുക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. കാരണം അധ്യാപനത്തിലും വിദ്യാഭ്യാസത്തിലും വിദ്യാഭ്യസിക്കുന്ന കുട്ടിക്ക് അവന്റെ കയ്യിൽ പുസ്തകങ്ങളുണ്ട്, അതാണ് അവൻ പഠിക്കേണ്ടത്. പിന്നെ ടെക്നോളജി ഉപയോഗിക്കേണ്ടെന്ന് പറഞ്ഞില്ല, പഠന കാര്യങ്ങളിൽ മാത്രം. അത് വീട്ടിൽ ചെന്ന് അച്ഛൻ്റെയോ അമ്മയുടെയോ സമീപത്തിരുന്നുകൊണ്ട് അവരുടെ മേൽനോട്ടത്തിൽ ഉപയോഗിച്ചുകൊണ്ട് എക്സ്ട്രാ നോളജ് റിക്കവർ ചെയ്യാം. ഇതിൽ കവിഞ്ഞ് എന്തുപയോഗമാണ് ഈ മൊബൈൽ ഫോൺ കൊണ്ട് വിദ്യാർത്ഥികൾക്കെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇത് തിരുത്തും എന്നാണ് എൻ്റെ പ്രതീക്ഷ. സാർ, അടുത്ത് ഞാൻ ചോദിക്കാൻ വരുന്നത്, ഇപ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ മൊബൈൽ ഫോൺ സോഷ്യൽ മീഡിയനെ പറ്റി പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ അടുത്ത ചോദ്യമാണ്, സോഷ്യൽ മീഡിയ കുട്ടികളിൽ ചെലുത്തുന്ന ആ ഒരു ഇൻഫ്ലുവൻസ്, അത് പോസിറ്റീവ് ഇൻഫ്ലുവൻസ് ആണോ നെഗറ്റീവ് ഇൻഫ്ലുവൻസ് ആണോ, അല്ലെങ്കിൽ ഈ കുട്ടികളുടെ ഒരു മാറ്റം അല്ലെങ്കിൽ അവരുടെ സ്വഭാവത്തിലായാലും അല്ലെങ്കിൽ എന്തെങ്കിലും ടൈപ്പ് ഓഫ് അവരെ എന്താ പറയുക സോഷ്യൽ മീഡിയ വല്ലാതെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അതിന്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് നമ്മളിപ്പോൾ പറയുന്നത്. നമ്മളിപ്പോൾ യൂട്യൂബ് എടുത്താലും ഇൻസ്റ്റഗ്രാം എടുത്താലും ഒക്കെ കാണുന്ന സംഭവം ഈ ഉഴപ്പികളെ ഭയങ്കര മാസ്സായിട്ട് കാണിക്കുന്നു, ഗുജികളെ ഭയങ്കര ഇതായിട്ട് കാണിക്കുന്നു, അങ്ങനെ എന്താ പറയാ ഭയങ്കര ഒരു ഇത് നമ്മൾ കാണുന്നതാണ്. അപ്പോൾ സോഷ്യൽ മീഡിയ എന്താ പറയാ കുട്ടികളുടെ ലൈഫിൽ ഒരു വല്ലാത്ത ഇൻഫ്ലുവൻസ് ഉണ്ടാക്കുന്നുണ്ട് എന്ന് സാറിന് തോന്നിയിട്ടുണ്ടോ? തീർച്ചയായിട്ടും വിദ്യാർത്ഥികളുടെ ഒരുപാട് ഇൻഫ്ലുവൻസ് സോഷ്യൽ മീഡിയ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് പോസിറ്റീവായിട്ടുണ്ട്, നെഗറ്റീവായിട്ടുണ്ട്. ഇപ്പം പഠിക്കണം, വിദ്യ അഭ്യസിക്കണമെന്ന് തോന്നുന്ന ഒരു കുട്ടിക്ക് ഈ ഒരു ഇന്റർനെറ്റ് പ്ലാറ്റ്ഫോം വളരെയധികം ഉപകാരപ്രദമാണ്. പക്ഷേ സമൂഹത്തിൽ തെറ്റായി, അതായത് എങ്ങനെ ബിഹേവ് ചെയ്യണം എന്നറിയാത്തൊരു ജനറേഷനാക്കി വിദ്യാർത്ഥികളെ മാറ്റുന്നതിൽ സോഷ്യൽ മീഡിയ വളരെയധികം പങ്കുവഹിക്കുന്നുണ്ട്. ഇപ്പം ഞങ്ങളുടെയൊക്കെ ഒരു ചെറുപ്പകാലത്ത് അല്ലെങ്കിൽ സ്കൂൾ കാലഘട്ടങ്ങളിൽ
ഒരു മുതിർന്ന ഒരാളോട് എങ്ങനെ ബിഹേവ് ചെയ്യണം, അധ്യാപകരോട് എങ്ങനെ ബിഹേവ് ചെയ്യണം, മാതാപിതാക്കളോട് എങ്ങനെ ബിഹേവ് ചെയ്യണം, ഇതിനെപ്പറ്റി കൃത്യമായി ആരും പഠിപ്പിച്ചു തരേണ്ട കാര്യമില്ല. കാരണം ഓൾറെഡി ട്രെയിൻഡ് ആണ്. നമ്മളൊരു സ്ഥിരം കാണുന്നു, അധ്യാപകർ നമ്മളോട് പറയുന്നു. അന്ന് സോഷ്യൽ മീഡിയയുടെ വരവില്ല. അപ്പം സമീപകാലങ്ങളിൽ ഗവൺമെന്റ് സർവേകൾ പോലും പറയുന്നത് കുട്ടികളിലുണ്ടായ മാറ്റത്തെ പറ്റിയാണ്. ഒരു അധ്യാപകനോട് എങ്ങനെ ബിഹേവ് ചെയ്യണം എന്നറിയില്ല, പേരൻസിനോട് എങ്ങനെ ബിഹേവ് ചെയ്യണം, സൊസൈറ്റിയോട്. ഇപ്പം പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റുകുറ്റങ്ങൾ കാണിക്കാതെ വികൃതി കാട്ടാത്ത കുട്ടികൾ ആരും തന്നെ ഇല്ല, എല്ലാവരും വികൃതി കാട്ടും. പക്ഷേ എങ്ങനെ സൊസൈറ്റിയിൽ എങ്ങനെ ബിഹേവ് ചെയ്യണം, അല്ലെങ്കിൽ പേരൻസിനോട്, ഇത് വളരെ കൃത്യമായിട്ട് അറിയാവുന്ന ഒരു ജനറേഷനായിരുന്നു. ഇപ്പോഴത്തെ ജനറേഷനിൽപ്പെട്ടവർക്ക് തീർത്തും അന്യം നിന്ന് തീരും. കാരണം അതിൽ ഏറ്റവും നിർണായകമായ പങ്ക് വഹിക്കുന്നത് സോഷ്യൽ മീഡിയ. കാരണം സോഷ്യൽ മീഡിയയിലെ ഓരോ വീഡിയോസ് ആവാം, അല്ലെങ്കിൽ അവരെ ഇൻഫ്ലുവൻസ് ചെലുത്തുന്ന മറ്റെന്തെങ്കിലും ഘടകങ്ങളാവാം. അപ്പൊ ഇത് വിദ്യാർത്ഥികളിൽ ഒരുപാട് ഇൻഫ്ലുവൻസ് ഉണ്ടാക്കി. അവരുടെ ഒരു മൊത്തത്തിലുള്ള വളർച്ചയെ ഒരുപാട് മാറി നടത്തേക്ക് സോഷ്യൽ മീഡിയ വന്നു എന്നുള്ളതാണ്. സർ, അപ്പോൾ നമുക്ക് ഇനി വീണ്ടും സാറിന്റെ നൊസ്റ്റാൾജിയയിലേക്ക് ഒന്നും കൂടി പോവാം. അബൌട്ട് യുവർ കോളേജ് പൊളിറ്റിക്സ്, സാറിന്റെ കോളേജ് പൊളിറ്റിക്സിനെ പറ്റിയിട്ട് എന്താണ് പറയാനുള്ളത്? ക്യാമ്പസ് രാഷ്ട്രീയത്തില് വളരെയധികം സജീവമായിരുന്ന ഒരു വ്യക്തിയായിരുന്നു. രാഷ്ട്രീയം ഞാൻ പറയുന്നില്ല, ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ കൃത്യമായ ഒരു ക്യാമ്പസ് രാഷ്ട്രീയത്തിൽ പ്രവർത്തിച്ചു വന്ന ഒരു വ്യക്തി തന്നെയാണ്. ക്യാമ്പസ് രാഷ്ട്രീയ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് ക്യാമ്പസിൽ മീറ്റിങ്ങുകൾ, സമ്മേളനങ്ങൾ, പ്രതിഷേധ കൂട്ടായ്മകൾ, സമരങ്ങൾ, ഇതിലെല്ലാം പങ്കെടുത്തിരുന്ന ഒരു വ്യക്തിയായിരുന്നു. അപ്പം അന്ന് ഉണ്ടായിരുന്നത് ആശയങ്ങളാണ്. പ്രധാനമായിട്ടും ഞാൻ ക്യാമ്പസ് പൊളിറ്റിക്സിനെ കണ്ടത് നമ്മൾ അറിവ് നേടുക എന്നുള്ള ഒരു ഘട്ടത്തിലൂടെയാണ്. ക്യാമ്പസ് പൊളിറ്റിക്സിൽ വർക്ക് ചെയ്യുമ്പോഴത്തേക്കിനും ഇപ്പം ക്യാമ്പസിന്റെ മാർക്കില് സ്വാഭാവികമായിട്ടും ആഴ്ചയൊരിക്കൽ ഒരു പരിപാടിയാണ്, അല്ലെങ്കിൽ ഒരു സമ്മേളനം, ഒരു മീറ്റിംഗിലാണ്. അപ്പൊ അവിടെ പ്രസംഗിക്കുക എന്ന് പറയുന്നത് ഏറെ ശ്രമകരമായിട്ടുള്ള ഒരു ജോലിയാണ്. അപ്പം നമ്മൾ അവിടെ ചെയ്യുമ്പോൾ ലൈബ്രറി പോകും, ചരിത്ര പുസ്തകങ്ങൾ വായിക്കും. അപ്പൊ ഈ ചരിത്ര പുസ്തകങ്ങളുടെ ഒരു പിൻബലത്തിലാണ് പലപ്പോഴും പ്രസംഗം എന്നിൽ സ്വായത്തമാണ്. ഈ പ്രസംഗം സത്യം പറഞ്ഞാൽ ക്യാമ്പസ് പൊളിറ്റിക്സ് ആണ് എന്നെ വായനയിലേക്ക് നയിച്ചത് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം നമ്മൾ പ്രസംഗിക്കാൻ പോകുമ്പം വെറുതെ പോയി പ്രസംഗിച്ചിട്ട് കാര്യമില്ല. നമുക്ക് ആശയങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട്, കാരണം അനേകം വിദ്യാർത്ഥികൾ വന്നിരിക്കുന്ന ഒരു സമ്മേളനത്തിൽ അല്ലെങ്കിൽ ഒരു യോഗത്തിൽ നമ്മൾ വെറുതെ പോയി പ്രസംഗിക്കുക എന്നുള്ളത് ഒട്ടും യോജിക്കാൻ പറ്റത്തില്ല. അപ്പം നമ്മൾ കൃത്യമായ ഹിസ്റ്ററി പഠിച്ചുകൊണ്ട്, ഇന്ത്യൻ സ്വാതന്ത്ര്യം പഠിച്ചുകൊണ്ട്, അല്ലെങ്കിൽ സ്വാതന്ത്ര്യ സമര നേതാക്കളെ പഠിച്ചുകൊണ്ട്, സംഭവ വികാസങ്ങൾ, ചരിത്രത്തിൽ നടന്ന സംഭവ വികാസങ്ങൾ, ചരിത്ര രേഖയിൽ രേഖപ്പെടുത്തിയ സംഭവങ്ങളല്ല, ഇന്ത്യൻ ഹിസ്റ്ററിയിൽ രേഖപ്പെടുത്തിയ ചരിത്ര പ്രാധാന്യമുള്ള സംഭവങ്ങൾ, ഈ സംഭവങ്ങളുടെ എല്ലാം അടിസ്ഥാനത്തിലാണ് നമുക്ക് പ്രസംഗിക്കുക എന്നുള്ളത്. അപ്പം പ്രസംഗം എനിക്ക് തോന്നുന്നു ദൈവത്തിന്റെ ഒരു കഴിവായിട്ടാണ്, ദൈവത്തിന്റെ ഒരു വരദാനമായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത്. പിന്നീട് ടീച്ചിങ് മേഖലയിലേക്ക് അതെനിക്ക് ഒരുപാട് പ്രയോജനകരമായി എന്ന് വേണമെങ്കിൽ പറയാനായിട്ട് സാധിക്കും. സർ, അപ്പോൾ ഞാൻ സ്വാഭാവികമായിട്ടും എന്റെ അടുത്ത ചോദ്യം എന്താ സാറിന് പ്രതീക്ഷിക്കാലോ, കോളേജ് പൊളിറ്റിക്സ് ഒരു വിദ്യാർത്ഥിയുടെ ലൈഫിൽ ആവശ്യമാണോ അല്ലയോ, അത് എന്താണ് അതിനെ പറ്റി സാർ പറയാനുള്ളത്? ക്യാമ്പസ് രാഷ്ട്രീയം കുട്ടികളുടെ ജീവിതത്തിൽ എങ്ങനെ ബാധിക്കുന്നു അല്ലെങ്കിൽ ആവശ്യമുണ്ടോ എന്ന ചോദ്യത്തിന് ഉത്തരമായി എനിക്ക് പറയാനുള്ളത് അത് ഓരോരുത്തരുടെയും വ്യക്തി ജീവിതവുമായി ബന്ധപ്പെട്ട് ക്യാമ്പസിൽ പഠിക്കാൻ വരുന്ന വിദ്യാർത്ഥികൾക്ക് രാഷ്ട്രീയം വേണ്ട എന്ന് പറയുന്ന പക്ഷമുണ്ട്, വേണം എന്ന് പറയുന്ന പക്ഷമുണ്ട്. വിദ്യാർത്ഥികൾ ഇതിനെ എങ്ങനെ സമീപിക്കുന്നു എന്നുള്ളതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇപ്പം വിദ്യാർത്ഥികൾ കേവലം രാഷ്ട്രീയ അടിമകളാവാതെ ഇപ്പം വിദേശ രാജ്യങ്ങളിൽ പിന്തുടരുന്നൊരു മാതൃകയുണ്ട്. അവിടെ ക്യാമ്പസ് രാഷ്ട്രീയം എന്ന് പറയുന്നത് ഡിബേറ്റുകൾ നടത്തിയും പ്രതിഷേധ കൂട്ടായ്മകൾ നടത്തിയും, അതുപോലെ തന്നെ എവിടെയെങ്കിലും ഒരു ക്യാമ്പസിലെ കോർണറിൽ പോരുന്ന അവർ പിന്തുണയ്ക്കുന്ന ആശയത്തിന്റെയോ അല്ലെങ്കിൽ പ്രസ്ഥാനത്തിന്റെയോ ഒരു സംവാദം നടത്തും, ആരോഗ്യപരമായ സംവാദം. അപ്പോൾ ഈ ഒരു സംവാദത്തിലും ഈ ഒരു ഡിബേറ്റിലും ഉണ്ടാകുന്നത് കൃത്യമായിട്ട് പഠിക്കാതെ വെറുതെ വന്നിട്ട് പ്രചരിപ്പിക്കാനോ അല്ലെങ്കിൽ അവതരിപ്പിക്കാനോ ബുദ്ധിമുട്ടാണ്. അപ്പം അങ്ങനെ വിദ്യാർത്ഥികളിൽ ഉണ്ടാവുന്ന ഒരു കഴിവിന്റെ വർധനവ് അത് അവന്റെ തന്നെ പിൽക്കാല ജീവിതത്തിൽ ഒരുപാട് ബാധിക്കുന്നു. ഇപ്പം ഒരുപാട് വായിക്കുന്ന ഒരു വ്യക്തി ഇപ്പം ക്യാമ്പസ് രാഷ്ട്രീയത്തില്
ഞാൻ ഈ പറഞ്ഞ പോലെ ഡിബേറ്റുകൾ നടക്കുമ്പോൾ ഒരുപാട് പുസ്തകങ്ങൾ വായിക്കും. അപ്പൊ ഈ പുസ്തക വായന അവന്റെ ജീവിതത്തിൽ ഒരുപാട് മാറ്റം ചെലുത്തും. അവൻ ചിലപ്പോൾ പഠിക്കുന്ന വിഷയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. അപ്പം അവന്റെ ഒരു എക്സ്ട്രാ നോളജ് അവിടെ ഉണ്ടാവുകയാണ്. ക്യാമ്പസ് രാഷ്ട്രീയത്തില് വിദ്യാർത്ഥികൾ ചിലപ്പോൾ അക്രമാസക്തരാകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അതൊക്കെ ക്യാമ്പസ് പൊളിറ്റിക്സ് നെഗറ്റീവ്. പ്രധാനമായിട്ടും കുട്ടികൾ എന്തെങ്കിലും ഒരു ആശയത്തിന്റെ പേരിൽ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവണം. ക്യാമ്പസിൽ നിരന്തരമായ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവും. ആ ഒരു സാഹചര്യത്തിലാണ് ഹൈക്കോടതി ഉത്തരവ് വന്നത് ക്യാമ്പസ് രാഷ്ട്രീയം നിരോധിച്ചു എന്ന് പറയുന്നത്. അപ്പൊ ക്യാമ്പസ് രാഷ്ട്രീയം നിരോധിക്കുന്നതിനോട് യോജിപ്പില്ല, അതിൽ ഇടപെടുന്ന രീതി അത് ഒരുപാട് അപ്രോച്ച് അപ്പൊ അതൊരുപാട് മാറേണ്ടിയിരിക്കും. കാരണം വിദ്യാർത്ഥികൾ കേവലം ഞാൻ നേരത്തെ പറഞ്ഞ രാഷ്ട്രീയ അടിമകളല്ല. അവർക്ക് അവരുടെ അഭിപ്രായം പറയാനും നിലപാടുകൾ സ്വീകരിക്കാനും അവർക്ക് സാധിക്കണം. പിന്നെ എന്റെ ഒരു അഭിപ്രായം, 18 വയസ്സ് കഴിഞ്ഞ വ്യക്തി പ്രധാനമായിട്ടും +2 വരെ സ്കൂൾ ലെവലിലെ യാതൊരു രാഷ്ട്രീയവും പാടില്ല. കാരണം ഇന്ത്യൻ നിയമം അനുസരിച്ച് ഒരു വ്യക്തി പ്രായപൂർത്തിയാവുന്നത് അല്ലെങ്കിൽ അവന് വോട്ടവകാശം കിട്ടുന്നത് 18ാമത്തെ വയസ്സിലാണ്. അപ്പൊ 18 വയസ്സിന് ശേഷം ഇവർ തീരുമാനിക്കണം ഇവന്റെ രാഷ്ട്രീയം എന്താണ്, അല്ലെങ്കിൽ ഇവരുടെ നിലപാട് എന്താണ്. +2 വരെ സ്കൂൾ തലങ്ങളിൽ ക്യാമ്പസ് രാഷ്ട്രീയം പാടില്ല എന്നാണ് എന്റെ അഭിപ്രായം. അതിനുശേഷം 18 വയസ്സ് കഴിയുമ്പോൾ കോളേജിൽ ചെല്ലുന്നു, അപ്പോഴും നിലപാട് സ്വീകരിക്കാം. അവന്റെ ആ നിലപാട് ഡിബേറ്റുകളിലൂടെയും അല്ലെങ്കിൽ ആശയ സംവാദങ്ങളിലൂടെയും വേണം അത് നടത്താനായിട്ട് എന്നാണ് എന്റെ അഭിപ്രായം. സാർ, അടുത്ത ഞാൻ ചോദിക്കാൻ പോകുന്നത് നമ്മുടെ പുതിയ പാഠ്യ പദ്ധതിനെ പറ്റിയിട്ടാണ്. അതിനെ പറ്റിയിട്ട് സാറിന് എന്താണ് നമ്മളോട് ഷെയർ ചെയ്യാനുള്ളത്? പുതിയ പാഠ്യപദ്ധതിയിൽ ഒരുപാട് പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അതായത് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020 കൊണ്ടുവന്ന മാറ്റങ്ങൾ ഞങ്ങളുടെ ഒരു വിദ്യാഭ്യാസം, നമ്മുടെ എല്ലാവരുടെയും വിദ്യാഭ്യാസം കൊണ്ടുവന്നത് SSLCയെ പരീക്ഷകളുടെ അമ്മയായിട്ടാണ്. പരീക്ഷകളുടെ അമ്മയെന്നാണ്, അതാണ് SSLC. കാരണം ഒരു വിദ്യാർത്ഥി SSLC ക്ലാസ്സിൽ വരുമ്പോൾ അല്ലെങ്കിൽ 10ാം ക്ലാസ്സിൽ വരുമ്പോൾ ഇവരൊരു പബ്ലിക് പരീക്ഷ എഴുതുവാൻ ഇവൻ പൂർണ്ണമായും അവൻ പ്രാക്ടീസ്ഡ് ആവും. ഒരു രജിസ്റ്റർ നമ്പർ എങ്ങനെ എഴുതണം, ഒരു പൊതുപരീക്ഷ നേടുമ്പോൾ രജിസ്റ്റർ നമ്പർ എങ്ങനെ എഴുതണം, അല്ലെങ്കിൽ ഇതിനെ എങ്ങനെ അഭിമുഖീകരിക്കണം, അവൻ കൃത്യമായ ഒരു 15 വയസ്സ് തൊട്ട് അവൻ ഇതിനായിട്ട് ബന്ധപ്പെടുന്നു. അപ്പം പുതിയ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയിൽ ഈ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി ലയനം അതിനെപ്പറ്റി പറയുന്നുണ്ട്. സ്വാഭാവികമായിട്ടും ഇങ്ങനെ വരുമ്പോൾ 10ാം ക്ലാസ് അല്ലെങ്കിൽ SSLC പരീക്ഷ പൂർണ്ണമായിട്ടും ഒഴിവാക്കേണ്ട സാഹചര്യം ഉണ്ടാവും. അത് വിദ്യാഭ്യാസത്തെ എന്നല്ല, കുട്ടികളെ ഏറെ ദോഷകരമായി തന്നെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. 2, അംഗൻവാടികളുടെ പ്രവർത്തനത്തെ പറ്റി വളരെയധികം ഭയാനകത്തോടു കൂടിയാണ് ഞാൻ ആ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി വായിച്ചത്. കാരണം അംഗൻവാടികളെ സ്റ്റേജ് ബൈ സ്റ്റേജ് ആയിട്ട് ഇല്ലാതാക്കുക എന്നുള്ള ഒരു അപകടകരമായ ഒരു രീതി, ഒരു പ്രവണത ആ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയിൽ പറയുന്നുണ്ട്. നമുക്കറിയാം, അംഗൻവാടികൾ വഴിയാണ് കുട്ടികളുടെ ഒരു ന്യൂട്രീഷൻസ് ഫുഡ്, അല്ലെങ്കിൽ കുട്ടികളുടെ ഒരു അംഗൻവാടികൾ വഴിയാണ് കുട്ടികളുടെ നല്ല ഭക്ഷണങ്ങൾ കിട്ടുന്നത്, അല്ലെങ്കിൽ കുട്ടികളുടെ ഒരു പ്രൈമറി ക്ലാസ് ആയിട്ട് നമ്മൾ കാണുന്നത് പോലെതാണ്. അപ്പൊ ഇവൻ അംഗൻവാടിയിൽ ചേരുമ്പോൾ കുട്ടികൾ സ്കൂൾ എങ്ങനെയാണ് എന്നൊരു ഇൻട്രൊഡക്ഷൻ അല്ലെങ്കിൽ ഒരു പ്രീ ആയിട്ടുള്ള ഒരു അറിയാൻ പറ്റുന്ന ഒരു കാര്യം. അപ്പൊ അത് ഒഴിവാക്കുന്നതിനോട് എനിക്കും യോജിപ്പില്ല. അപ്പൊ അങ്ങനെ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയിൽ അപകടകരമായ ഒരുപാട് പ്രവണതകൾ അതുകൊണ്ട് എന്റെ അഭിപ്രായം. അടുത്ത ഞാൻ ചോദിക്കാൻ പോകുന്നത്, നമ്മുടെ ഈ ബുക്കിഷ് നോളജ്, അതായത് ബുക്കിൽ നിന്ന് കിട്ടുന്നത് മാത്രമാണ് വിദ്യാഭ്യാസം എന്ന് സാറിന് തോന്നുന്നുണ്ടോ? ബുക്കിഷ് നോളജ് എന്ന് പറയുന്നത് അതൊരു മാറാതെ നിൽക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പം ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ കാലഘട്ടത്തില് കുട്ടികളെ അകത്തിട്ട് വളർത്തുക, അല്ലെങ്കിൽ അവന് ഗ്രാമത്തിന്റെ ചൂടും ചൂരും അറിയാതെ അവനെ വീടിനകത്തിട്ട് വളർത്തുക. ഇപ്പൊ പല കുടുംബ സാഹചര്യങ്ങളിലും ന്യൂക്ലിയർ ഫാമിലീസ് ആണ് ഏറ്റവും കൂടുതൽ. അപ്പൊ ന്യൂക്ലിയർ ഫാമിലിയുടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 പേരെ കാണുമ്പോൾ 1 or 2 കുട്ടികൾ കാണും. 3 എന്ന് പറയുമ്പോൾ അത് പിന്നെ മാറി കുറച്ചുകൂടെ ഒരു ഷെയറിംഗ് മെന്റാലിറ്റി ഒക്കെ ഉണ്ടാവുന്ന ഒരു ഓപ്പൺ സിസ്റ്റം. ഈ 1 or 2 കുട്ടികൾ ഉള്ളപ്പോൾ അവരെ ആരെയും പേരൻസ് പുറത്തു വിടാറില്ല. ഗ്രൗണ്ടുകളിൽ കളിക്കാനായിക്കോട്ടെ, അല്ലെങ്കിൽ പുറത്തുനിന്ന് പോകാനായിക്കോട്ടെ, ഒന്നും കൂട്ടുകൂടാൻ പാടില്ല, സൗഹൃദങ്ങൾ പാടില്ല, പുറത്തു പോകാൻ പാടില്ല, കളിക്കാൻ പാടില്ല, അങ്ങനെ ഒരുപാട്. അപ്പം അങ്ങനെ വളരുന്ന കുട്ടികള് അവരുടെ വളർച്ച എത്രത്തോളം ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഈ ഒരു
പുറത്തു വിടാത്തൊരു സാഹചര്യത്തിൽ കുട്ടികളിൽ ഉണ്ടാകുന്ന ഒരു മാറ്റം വളരെയധികം ഭയാനകമാണ്. ഇപ്പൊ സമീപകാലത്ത് നമ്മളുടെ കുട്ടികൾ ആത്മഹത്യാ പ്രവണത വളരെയധികം കൂടി വരുന്നൊരു സാഹചര്യം. ഒരു പ്രശ്നം ഉണ്ടായാൽ ഇതെങ്ങനെ തരണം ചെയ്യണം എന്ന് പലപ്പോഴും കുട്ടികൾ അറിയില്ല. പക്ഷെ പണ്ട് കാലങ്ങളിൽ അല്ലെങ്കിൽ ഒരു കൂട്ടുകുടുംബ വ്യവസ്ഥയിൽ അല്ലെങ്കിൽ സുഹൃത്തുക്കളുമായി ഒരു ചെലവഴിക്കുന്ന ഒരു സാഹചര്യത്തില് ഒരു പ്രോബ്ലം ഉണ്ടായാൽ ഇത് എങ്ങനെ ഓവർകം ചെയ്യണം എന്ന് കുട്ടികൾക്ക് വളരെ കൃത്യമായ ഒരു ധാരണ ഉണ്ടായിരുന്നു. അപ്പൊ ആ ഒരു ധാരണയാണ് ഇന്ന് കുട്ടികൾക്ക് ഇല്ലാണ്ടായത്. ബുക്കിഷ് നോളജ് മാത്രം മതി എന്നുള്ള അബദ്ധ ധാരണ അത് കുട്ടികൾ ഒരുപാട് മാറ്റം ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. നമ്മളുടെ റിയൽ ലൈഫ് എക്സ്പീരിയൻസ് അതാണ് ഏറ്റവും വലിയ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത്. ബുക്കിഷ് നോളജ് അല്ല, ഏതോ ഒരു വ്യക്തി എങ്ങനെയോ തയ്യാറാക്കിയ ബുക്കുകളല്ല ഒരു നോളജ് എന്ന് പറയുന്നത്. ദ റിയൽ ലൈഫ് എക്സ്പീരിയൻസ് ആണ് ഏതൊരു വ്യക്തിയുടെയും അവന്റെ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത്. കൃത്യമായ അനുഭവങ്ങൾ, നമുക്ക് ലഭിക്കുന്ന ഓരോ അനുഭവങ്ങളാണ് നമ്മളുടെ പഠനങ്ങൾ എന്ന് ഞാൻ മനസ്സിലാക്കി. ഈ ഡിസിപ്ലിൻ, എഡ്യൂക്കേഷൻ, അതുമില്ലെങ്കിൽ എന്താ പറയുക വിവരം, ഈ 3 സംഭവങ്ങളും ഒരു കുട്ടിയുടെ ലൈഫില് അവന്റെ വളർന്നു വരുന്ന കാലഘട്ടത്തില് അല്ലെങ്കിൽ ഒരു എന്താ പറയുക വികസന രാജ്യത്തിന്റെ ഒരു സ്വപ്നത്തിലേക്ക് നയിക്കാൻ വേണ്ടിയിട്ട് ഈ 3 കാര്യങ്ങൾ ഏറ്റവും കൂടുതൽ അത്യാവശ്യമാണ്. ഒരു കുട്ടിയിൽ, ഒരു വളർന്നു വരുന്ന കുട്ടിയിൽ ഏറ്റവും കൂടുതൽ അത്യാവശ്യമാണെന്ന് സാർ വിശ്വസിക്കുന്നുണ്ടോ? തീർച്ചയായും തീർച്ചയായും. അതവൻ പഠിക്കേണ്ടത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്ന്. ആദ്യം പറഞ്ഞത് അച്ചടക്കമാണെന്ന് തോന്നുന്നു. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഇപ്പൊ പല വാർത്തകൾ, സമീപകാലത്ത് ഒരു വാർത്ത വന്നതാണ്, പരീക്ഷയ്ക്ക് താമസിച്ചു വന്ന കുട്ടിയെ സ്കൂൾ മേലധികാരി പുറത്താക്കിയെന്നുള്ളത്. പലരും അതിനെ വിമർശിക്കുകയും പ്രത്യേകിച്ച് മാധ്യമ വിഭാഗം ഒരുപാട് പേര് അതിനെ വിമർശിക്കുകയുണ്ട്. അതൊരു തെറ്റായിട്ട് ഞാൻ കാണുന്നില്ല. കാരണം ഒരു കുട്ടി അവന് ഡിസിപ്ലിൻ പഠിക്കുന്നത് പ്രധാനമായിട്ടും ക്യാമ്പസുകളിൽ നിന്ന് പഠിക്കുക. ആ ഡിസിപ്ലിനാണ് അവൻ പിന്നീട് അവന്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ടത്. പ്രധാനമായും ഇത്തരം കാര്യങ്ങൾ പഠിക്കാതെ വരുമ്പോൾ അവന്റെ ജോലി മേഖലയിലായിക്കോട്ടെ, അവന്റെ കർമ്മമേഖല ഏതായാലും അവനതിൽ ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കും. പിന്നെ എന്താ പറയുന്ന അമിതമായിട്ടുള്ള ഒരു റെമഡിയൽ മെഷേഴ്സ് അല്ല, എങ്കിലും അവനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക. ലേറ്റ് ആയി വരാൻ പാടില്ല. അതുപോലെ ഒരു കാര്യം ചെയ്യാൻ പറഞ്ഞാൽ ഏൽപ്പിച്ച കാര്യം കൃത്യമായിട്ട് ചെയ്യുക. അപ്പൊ ഇതൊക്കെ ചെയ്യാൻ കുട്ടികൾക്ക് ഇന്ന് ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ ഡിസിപ്ലിൻ അവൻ ആദ്യം പഠിക്കേണ്ടത് വീട്ടിൽ നിന്നാണ്, രണ്ടാമത് സ്കൂളിൽ നിന്നും. ഈ 2 സ്ഥലത്തെയും പഠനങ്ങളാണ് അവന്റെ പിന്നീടുള്ള കർമ്മ മേഖലയെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത്. അത് നെഗറ്റീവായാലും പോസിറ്റീവായാലും. സാർ അടുത്ത ഞാൻ ചോദിക്കാൻ പോകുന്നത് സാറിന്റെ പാരന്റ്സിന്റെ സപ്പോർട്ട്, സാറിന്റെ ലൈഫിലൂടെ നിങ്ങൾ നമുക്ക് കാണാൻ പറ്റുന്നതാണ് സാറിന്റെ പാരന്റ്സിന്റെ സപ്പോർട്ട്. സോ എന്താണ് ആ ഒരു സപ്പോർട്ടിനെ പറ്റിയിട്ട് പറയാനുള്ളത്? പേരൻസിന്റെ സപ്പോർട്ടിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ പേരൻസ് എന്നോട് ഒരു കാര്യങ്ങളിലും കമ്പൽ ചെയ്തിരുന്നില്ല എന്നുള്ളതാണ്. കാരണം ഏത് മേഖലയിലേക്ക് പോകണം, എന്ത് തിരഞ്ഞെടുക്കണം എന്ന് എന്നോട് ഇന്നലെ എന്റെ പേരൻസ് പറഞ്ഞിട്ടില്ല. എന്റെ ക്യാമ്പസ് ലൈഫിൽ ഞാൻ സ്വീകരിച്ച നിലപാടുകളിൽ ചില കാര്യങ്ങളിലൊക്കെ ഒരു അഡ്വൈസ് തരും എന്നുള്ളതിൽ കവിഞ്ഞ് ഇന്നത് തിരഞ്ഞെടുക്കണം എന്ന് അവര് പറയുന്ന ഒരു സാഹചര്യം ലൈഫിൽ ഉണ്ടായിട്ടില്ല. അത് മുന്നോട്ടുള്ള പലരും നമ്മളൊക്കെ അറിയാലോ, നമ്മുടെ സമൂഹത്തിൽ പലരും നമ്മളെ വിമർശിക്കുന്നതാണ്. ഇപ്പൊ ഒരു കുട്ടി വളർന്നു വന്നു കഴിഞ്ഞാൽ അവൻ ഏത് കോഴ്സ് എടുക്കണം എന്ന് തീരുമാനിക്കുന്നത് പോലും സമൂഹമാകുന്ന ഒരു സാഹചര്യം. ഇപ്പം 10ാം ക്ലാസ് കഴിഞ്ഞ് ഹ്യൂമാനിറ്റീസ് എടുക്കുന്ന ഒരു വിദ്യാർത്ഥിനിയോട് അല്ലെങ്കിൽ വിദ്യാർത്ഥിനിയോട് അവരുടെ അച്ഛനും അമ്മയ്ക്കും ഇല്ലാത്ത വേവലാതിയാണ് നാട്ടുകാർക്കും അല്ലെങ്കിൽ കുടുംബത്തിലെ അകന്ന ബന്ധുക്കൾക്കും. ഇവര് വന്നിട്ട് ചോദിക്കാം കുട്ടിയോട്, ഹ്യൂമാനിറ്റീസ് അല്ലേ, തീർന്നു, ജീവിതം തീർന്നു, ഇനി നിനക്ക് ജീവിതം ഇനിയൊന്നും ആവാൻ പോകുന്നില്ല. നോക്കൂ, എന്ത് മണ്ടത്തരമായിട്ടുള്ള കാര്യമാണ് ഈ പറയുന്നത്. ഈ വിഷയത്തിന് ഒരു സാധ്യത ഇല്ലാത്തതാണെന്നുണ്ടെങ്കിൽ സർക്കാർ ഇത്രയും പൈസ മുടക്കി ഈ ഒരു കോഴ്സ് വെക്കേണ്ട കാര്യമില്ല. ഇതൊന്നും അറിയാത്ത കുറെ വ്യക്തികൾ ഹ്യൂമാനിറ്റീസ് എടുക്കുന്ന വിദ്യാർത്ഥികളെ തെരഞ്ഞു പിടിച്ച്, അത് ഞാൻ പലപ്പോഴും കണ്ടുണ്ട്, വേറെ ഒരു കുടുംബ ഫംഗ്ഷൻ ആവും, ഒരു ഫാമിലി ഫംഗ്ഷൻ ആവും, അല്ലാന്നുണ്ടെങ്കിൽ വേറെ ഒരു ഗെറ്റ് ടുഗദറിനോ സംതിങ് ആള് കൂടുന്ന ഏത് പരിപാടിക്കും കുട്ടിയെ വിളിച്ചെടുത്ത് ഏത് പ്രശ്നം ഏത് വിഷയം എടുത്ത് ഹ്യൂമാനിറ്റീസ് പോയി അവനെ അവിടെ നിർത്തി വധിക്കുന്നതിന് തുല്യമായിട്ട് ഉള്ള അപമാനം.
ഡിമോട്ടിവേഷൻ. എന്റെ ജീവിതത്തിൽ ഞാൻ എടുത്ത ആദ്യത്തെ പ്രതിജ്ഞ എന്ന് പറയുന്നത് ഹ്യൂമാനിറ്റീസ് എടുത്തുപോയി എന്നുള്ളതിന്റെ പേരിൽ ഒരു വിദ്യാർത്ഥിയും ഒരാളുടെ മുന്നിലും തല കുനിച്ച് നിൽക്കാൻ പാടില്ല. എന്റെ വിഷയം ഇതാണ്, എന്റെ വിഷയത്തിന് അനന്ത സാധ്യതകൾ ഉണ്ട് എന്ന് പറയാൻ കെൽപ്പുള്ളവനാക്കി എടുക്കുക എന്നുള്ളതാണ് ഹ്യൂമാനിറ്റീസ് അധ്യാപകനായ എന്റെ വിഷയം. ഒരിക്കലും ഹ്യൂമാനിറ്റീസ് ഒരു മോശം വിഷയമാണെന്നുള്ള ധാരണ ആർക്കും ഉണ്ടാവാൻ പാടില്ല. കാരണം ഇത്രയധികം നല്ല വിഷയം. കാരണം IAS IPS ഉദ്യോഗസ്ഥരെ നോക്കുക, PSC ഉദ്യോഗാർത്ഥികളെ നോക്കുക, നോക്കൂ, ഈ പരീക്ഷകളിലെല്ലാം ഹ്യൂമാനിറ്റീസ് വിഷയങ്ങൾ, ഹിസ്റ്ററി വിഷയങ്ങൾ അതാണ് ഉണ്ടാവുന്നത്. അല്ലാതെ ഒരു സയൻസ് വിദ്യാർത്ഥിക്ക് ഒരു GK ഉണ്ടാവണമെന്നില്ല. അതേസമയം ഹിസ്റ്ററി പഠിക്കുന്ന ഒരാൾക്ക് ചെറുപ്പം തൊട്ടേ പഠിക്കുന്ന ഹിസ്റ്ററി, സോഷ്യൽ സയൻസ് വിഷയം അതിനോട് താല്പര്യം ഉണ്ടെങ്കിൽ ഇപ്പം വരുന്ന PSC പരീക്ഷകളിലായിക്കോട്ടെ, ഏത് കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള എന്ത് എക്സാമിനായാലും GK ഒരിക്കലും ഒഴിവാക്കാൻ പറ്റില്ല. അപ്പൊ ആ GK ഇതിലൂടെ തന്നെ ലഭിക്കുകയാണ് ചെയ്യുന്നത്. സാർ, ഇപ്പൊ നമ്മള് കൂടുതലായിട്ട് കണ്ടുവരുന്ന ഒരു പ്രതിഭാസമാണ്, അതായത് വീടുകളിൽ തന്നെ കമ്മ്യൂണിക്കേഷന്റെ കുറവ്. അപ്പൊ അതുകൊണ്ടുണ്ടാകുന്ന കുട്ടികൾക്കുണ്ടാകുന്ന മാനസിക പ്രശ്നങ്ങള്, പിന്നെ സൂയിസൈഡിലേക്ക് വരെ ചില കാര്യങ്ങൾ എത്തിച്ചേരുന്നുണ്ട്. സോ ഇപ്പോഴത്തെ പാരന്റ്സിനോട് സാറിന് എന്താണ് പറയാനുള്ളത്? ഈ ന്യൂക്ലിയർ ഫാമിലിയിലാണ് പ്രധാനമായിട്ടും ശില്പ പറഞ്ഞ പ്രശ്നങ്ങളുള്ളത്. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഒരു ജനറേഷനിൽ കുട്ടികൾക്ക് മൊബൈൽ ഫോൺ കൊടുത്തു, ഇല്ലെങ്കിൽ ന്യൂ ജനറേഷൻ അമ്മമാർ കാണുന്ന ഒരു പരിപാടിയാണ്, കുട്ടികൾ കരഞ്ഞാലോ അല്ലെങ്കിൽ ഒന്ന് ചോറുണ്ണാനോ മൊബൈൽ ഫോൺ കാണിക്കും, അങ്ങനെ ചോറ് കൊടുക്കും. അത് നമ്മളുടെ എല്ലാവരുടെയും വീടുകളിൽ ഇപ്പോഴത്തെ പുതിയ അമ്മമാരുടെ ഒരു രീതിയാണ്. നമുക്ക് പണ്ടുള്ള അമ്മമാരെ എങ്ങനെയാണ് കുട്ടികൾക്ക് ചോറ് കൊടുത്തത്? അവരാ കൊച്ചിനെ ഒക്കത്തെടുത്ത് പുറത്തിറങ്ങി കാക്കയെ കാണിച്ച്, അല്ലെങ്കിൽ മരങ്ങളെ കാണിച്ച്, അല്ലെങ്കിൽ ആ സമീപത്തുള്ള ഇല, കിളികള്, അതിനൊക്കെ കാണിച്ചാണ് കുട്ടികൾക്ക് ചോറ് കൊടുത്തത്. ഇപ്പൊ അവർക്ക് സമയമില്ല. അവരെപ്പോഴും ഫാസ്റ്റ് ആയിട്ട് അവർക്ക് ജോലി നോക്കണം, ഇങ്ങനെ കുറെ കാര്യങ്ങൾ. അതൊന്നും തെറ്റാണെന്നല്ല എന്റെ അഭിപ്രായം. പക്ഷേ അങ്ങനെ പോകുമ്പോൾ ഈ ഒരു കമ്മ്യൂണിക്കേഷന്റെ കുറവ് ധാരാളമായിട്ട് ഉണ്ടാകുന്നുണ്ട്. കാരണം പണ്ടൊക്കെ പുറത്ത് പരിസ്ഥിതിയെ കാണിച്ചിട്ടാണ് അല്ലെങ്കിൽ പ്രകൃതിയെ കാണിച്ചിട്ടാണ് കുട്ടിക്ക് ചോറ് കൊടുക്കുന്നത്. അപ്പൊ അവൻ പ്രകൃതിയെ മനസ്സിലാക്കുക വെച്ചു. പക്ഷെ ഇപ്പോൾ അവൻ മനസ്സിലാക്കുന്നത് കേവലം അവന്റെ മുന്നിലുള്ള ആ ഒരു ബേസ്ബോർഡ് വെട്ടിവരെയുള്ള മൊബൈൽ ഫോണിലുള്ള കാര്യമാണ്. അപ്പൊ ഇതുവഴി കുട്ടികൾ ചെറുപ്പം തൊട്ടേ ഈ ഒരു മൊബൈൽ ഫോണാണ് കാണുന്നത്. അവൻ പ്രകൃതിയെ കാണുന്നില്ല, അല്ലെങ്കിൽ പ്രകൃതിയിലെ ജീവജാലങ്ങൾ കാണുന്നില്ല. അവൻ കാണുന്നത് മൊത്തം ഈ ഒരു മൊബൈൽ ഫോണിലാണ് എല്ലാ വസ്തുക്കളും അവൻ കാണുന്നത്. അപ്പൊ അവന്റെ കമ്മ്യൂണിക്കേഷൻ പലപ്പോഴും മൊബൈൽ ഫോണിലേക്ക് മാറും. പിന്നീട് അവന്റെ വളർച്ചാ കാലഘട്ടങ്ങളില് പുതിയ ഫാമിലിയാണ്, സ്വാഭാവികമായിട്ടും ന്യൂക്ലിയർ ഫാമിലി ആണല്ലോ. അവൻ സംസാരിക്കുന്നത് ചിലപ്പോൾ പേരൻസിനോടായിരിക്കത്തില്ല. പണ്ടൊക്കെ നമ്മളുടെ ഒരു കുടുംബ സാഹചര്യങ്ങളിൽ പേരൻസിനോടാണ് ഏറ്റവും കൂടുതൽ ഷെയർ ചെയ്യുന്നത്. പേരൻസ് ഇല്ലെങ്കിൽ സഹോദരങ്ങളോടാണ് ഏറ്റവും കൂടുതൽ ഷെയർ ചെയ്യുന്നത്. ഇത് സഹോദരനോട് സംസാരിക്കാൻ സമയമില്ല, പേരൻസിനോട് സംസാരിക്കാൻ സമയമില്ല. അവർക്ക് സമയമില്ല, പേരൻസിനും സമയമില്ല സംസാരിക്കാൻ. അവര് സ്പീഡാണ്. അപ്പൊ എന്താണ്, ഇവര് കാണാത്ത, സോഷ്യൽ മീഡിയയിലെ കാണാത്ത വ്യക്തികളോടാണ് സംസാരിക്കുന്നത്. ആ വ്യക്തികൾ ഇവരെ ചൂഷണം ചെയ്യാൻ വേണ്ടിയിരിക്കുന്നതായിരിക്കും, ഇവരുടെ പൈസ കണ്ടിട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വസ്തുക്കൾ കണ്ടിട്ടോ. അപ്പൊ അത്തരം ചതിക്കുഴികളിലെ കുട്ടികൾ വീഴുന്നുണ്ട്. കാരണം ഒരു അഡോളസൻസ് പ്രായത്തിലുള്ള കുട്ടികൾക്ക് അവന്റെ ഐഡിയാസ്, അവന്റെ ആറ്റിറ്റ്യൂഡ്സ്, അല്ലെങ്കിൽ അവന്റെ പല കാര്യങ്ങളും ഷെയർ ചെയ്യാനായിട്ട് താല്പര്യമുണ്ട്. പക്ഷെ ആ ഒരു ഷെയറിങ് അല്ലെങ്കിൽ അത് കേൾക്കാൻ താല്പര്യം അവരുടെ മാതാപിതാക്കൾക്ക് ഉണ്ടാവണം. അല്ലെങ്കിൽ മാതാപിതാക്കൾ രണ്ടുപേരും ജോലി ചെയ്യും. ഇനി ഉണ്ടെങ്കിൽ തന്നെ അവൻ പ്രാക്ടീസ്ഡ് ആയി വന്നത് ഈ മൊബൈൽ ഫോണിനോട് സംസാരിക്കാം. സഹോദരനാണെങ്കിൽ ഇതുപോലെ തന്നെ മൊബൈൽ ഫോൺ അഡിക്ഷൻ ആയി. അപ്പൊ അത്തരം സാഹചര്യങ്ങളിൽ കുട്ടികൾ എന്താണ് പലപ്പോഴും ഈ ഗെയിംസിലേക്ക്, അപകടകരമായ ഗെയിംസിലേക്ക് പോകുന്നൊരു സാഹചര്യം. അവന്റെ ആ ഒരു സമയം, അവന് ഷെയർ ചെയ്യേണ്ട സമയം, അല്ലെങ്കിൽ അവന്റെ അഭിപ്രായങ്ങൾ എക്സ്പ്രസ് ചെയ്യുന്ന സമയം, ഇതെല്ലാം അവൻ ചെലവഴിക്കുന്നത് ചിലപ്പം അപകടകരമായ ഗെയിംസിലേക്കായിരിക്കും. അപ്പൊ ഈ ഗെയിംസ് ആണ് ഇവന്റെ തലയിലിരിക്കുന്നത്. അല്ലെങ്കിൽ ഒരു പ്രാക്ടിക്കൽ ലൈഫിൽ എങ്ങനെ ഒരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ എങ്ങനെ ഇതിനെ ഓവർകം ചെയ്യാമെന്നൊന്നും അവൻ അറിയാത്ത ഒരു സാഹചര്യം. അപ്പൊ അത്തരം സാഹചര്യങ്ങളാണ് കുട്ടികൾ സൂയിസൈഡിലേക്ക്. കാരണം അവന് വേറെ ഓപ്ഷൻ ഇല്ല. നമുക്കറിയാം, നമ്മുടെ ജീവിതത്തില് എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ട്, എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ട്. പക്ഷെ ആ പരിഹാരം ഒന്നും തന്നെ കാണാതെ കേവലം മൊബൈൽ ഫോൺ അല്ലെങ്കിൽ ആ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നു അത് കേൾക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് മാറി എന്നുള്ളതാണ്.
അപ്പം അത്തരം സാഹചര്യങ്ങളാണ് ആത്മഹത്യയിലേക്ക് ഇറങ്ങുന്നത്. പരമാവധി എൻ്റെ ഒരു സജഷൻ എന്ന് പറയുന്നത് പുതിയ ന്യൂ ജനറേഷൻ പേരൻസ് പരമാവധി കുട്ടികളോട് പരമാവധി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അവന്റെ പ്രത്യേകിച്ച് അഡോളസൻസ് വളരെയധികം അപകടം നിറഞ്ഞൊരു പ്രായമാണ് അഡോളസൻസ്. ഒരുപാട് പ്രതിസന്ധികൾ നിറഞ്ഞൊരു പ്രായമാണ് അഡോളസൻസ്. കാരണം കൗമാര കാലഘട്ടത്തിൽ കുട്ടികൾക്ക് അവരുടെ ഐഡിയാസ്, അവരുടെ ആറ്റിറ്റ്യൂഡ്സ് ഇവയെല്ലാം ഷെയർ ചെയ്യണം. അതിന് പേരൻസ് അവനെ ഒരു ഫ്രണ്ട്ലി ആയിട്ട് കാണണം. പേരൻസ് ഫ്രണ്ട്ലി ആയിട്ട് കാണുക. അവന് ഒരു കുട്ടിക്ക് എന്തും പറയാവുന്ന തരത്തിൽ പേരൻസ് ഓപ്പൺ മൈൻഡഡ് ആവുക എന്നുള്ളത്. കാരണം അവൻ എന്തും പറയാം. എനിക്ക് ഉറപ്പുണ്ട് എൻ്റെ പേരൻസിനോട് എന്തും പറയാനുള്ളൊരു ഉറപ്പ് ഉണ്ടാകണം. അതില്ലാത്ത പക്ഷം ആത്മഹത്യയോ അല്ലെങ്കിൽ മറ്റു പല പ്രശ്നങ്ങളോ ഉണ്ടായിക്കൊണ്ടേ കുട്ടികൾക്ക് അവരുടെ ഐഡിയാസ് തുറന്നു പറയുക. ഒരു പ്രശ്നം ഉണ്ടായിക്കാൻ ഇത് എങ്ങനെ ഓവർകം ചെയ്യാൻ പറ്റും, ഇതിനൊരു സൊല്യൂഷൻ എന്താണ്, ഇത് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. പ്രധാനമായിട്ടും ഈ സോഷ്യൽ മീഡിയയുടെ അല്ലെങ്കിൽ മൊബൈൽ ഫോണിന്റെ ഒരു വരവ് കുട്ടികളിൽ ഈ ഒരു കമ്മ്യൂണിക്കേഷന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നമായിട്ട് മാറിയിരിക്കുകയാണ്. ആ കമ്മ്യൂണിക്കേഷൻ അവരുടെ ലൈഫിനെയും ഏറെ ബാഡായിട്ട്. സർ, അപ്പോ ഇനി ലാസ്റ്റ് ആയിട്ട് ഞാൻ നമ്മുടെ സമയത്തിന്റെ ഒരു പ്രശ്നം കൊണ്ട് ഞാൻ നിർത്താൻ പോവാണ്. സോ നമ്മുടെ സാഹിതി വാണിയുടെ കൂടെയുള്ള സാറിന്റെ എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാമോ? സാഹിതി റേഡിയോ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഞാൻ കോട്ടയം ജില്ലക്കാരനാണ്. ഞാൻ ഇവിടെ വന്നതിന് ശേഷമാണ് സാഹിതി റേഡിയോയെ പറ്റി അറിയുന്നതും ശില്പ പറഞ്ഞതിന് ശേഷം യൂട്യൂബിൽ സാഹിതി റേഡിയോയെ പറ്റി കൃത്യമായിട്ടൊരു അന്വേഷിക്കുകയും ചെയ്തു. ഏറ്റവും നല്ലൊരു പ്ലാറ്റ്ഫോമാണ് കുട്ടികളുടെ ഒരു റേഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അവരുടെ കാര്യങ്ങൾ ഇതുപോലെ തന്നെ എക്സ്പ്രസ് ചെയ്യുക, കുട്ടികൾക്കുള്ള ആവശ്യങ്ങൾ, അവർ സമൂഹത്തിൽ അനുഭവിക്കുന്ന എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ചൂണ്ടിക്കാട്ടുവാനായിട്ട് സാഹിതി റേഡിയോ മുൻപോട്ട് വരുന്നുണ്ട്. അപ്പൊ ഇനിയും അതിന്റെ പ്രവർത്തനങ്ങൾ കുട്ടികൾക്കായി ഒരു റേഡിയോ പ്ലാറ്റ്ഫോം, അത് സമൂഹത്തിൽ ടൈപ്പ് ഓഫ് റെവല്യൂഷൻ എന്ന് വേണമെങ്കിൽ പറയാം. കാരണം കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരു റേഡിയോ എന്ന് പറയുമ്പോൾ കുട്ടികളുടെ ആശയങ്ങൾ, കാരണം നമുക്കറിയാം അധ്യാപക നിലയിൽ കുട്ടികളോട് ഒരുപാട് ചേർന്നിരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. കാരണം കുട്ടികളോട് ചേരുമ്പോൾ നമ്മളും ഒരു യങ്ങായിട്ട് മാറും. കാരണം മറ്റേത് ഇപ്പം മെഷീനുകളുമായി ബന്ധപ്പെട്ട ഒരു ജോലി ചെയ്യുന്ന ഒരാൾ പെട്ടെന്ന് പ്രായമാവും നമുക്ക് കാണാൻ പറ്റും. പക്ഷെ ഒരു അധ്യാപകൻ അവന്റെ മുഖത്ത് എപ്പോഴും ഒരു ഊർജ്ജസ്വലത, ഒരു പ്രസന്നതയുണ്ടാകും. കാരണം കുട്ടികളോട്ടാണ്, അവരെക്കാളും പ്രായം കുറഞ്ഞ മനുഷ്യന്മാരുമായിട്ടാണ് അവർ ഇടപെടുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും അവന്റെ ഒരു യങ്ങായിട്ടുള്ള ഒരു ഫേസ് നമുക്ക് കാണാൻ സാധിക്കും. അപ്പം ആ ഒരു കുട്ടികളോട് ചേർന്ന് നിൽക്കുക, അവരുടെ നിഷ്കളങ്കത, അവരുടെ സ്നേഹം, ഇതൊക്കെ നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ ഒരു പ്ലാറ്റ്ഫോം കിട്ടുക ഏറെ ഒരു വ്യത്യസ്തമായ ആശയവും എക്സ്പീരിയൻസിനെ പറ്റി ഒരുപാട് നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. സോ ഈ ഒരു അല്പസമയമാണെങ്കിൽ പോലും എനിക്ക് ഒരുപാട് സമയം ഇതുമായിട്ട് ചെലവഴിക്കണമെന്നുണ്ട്. പക്ഷെ നിങ്ങളുടെ ലിമിറ്റഡ് ടൈം നമ്മൾ അനുവദിക്കുന്നില്ല എങ്കിൽ കൂടി എനിക്ക് ലഭിച്ച ഈ ഒരു സമയം ഞാൻ ഒരുപാട് സന്തോഷിക്കുന്നു, ഒരുപാട് ആനന്ദിക്കുന്നു. അതുപോലെ ശില്പയായിട്ട് ഉള്ള ഈ ഒരു ഇന്റർവ്യൂ ഒരുപാട് സന്തോഷം. സർ, അപ്പോ എനിക്ക് പറയാനുണ്ട്, സാറിന്റെ വിലപ്പെട്ട സമയം ഞങ്ങൾക്ക് വേണ്ടി മാറ്റി വെച്ചതിൽ ഞാനും എന്റെ സാഹിതി വാണിയുടെ ടീമിന്റെ പേരിൽ ഞാനും എന്റെ നന്ദി ഞാൻ അറിയിക്കുന്നു. സോ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. സോ ദിസ് ഈസ് മീ RJ ശില്പ സൈനിങ് ഓഫ് ഫ്രം 1.14 സാഹിതി വാണി. ഇത് കുട്ടികളുടെ സ്വന്തം റേഡിയോ. അറിയാൻ പറയാം, ആഘോഷിക്കാം. സോ അടുത്തൊരു എപ്പിസോഡിൽ കണ്ടുമുട്ടുന്നതുവരേക്കും, കേട്ടുമുട്ടുന്നതുവരേക്കും ബൈ.